ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ എഴുതി നൽകിയ പരാതിയുടെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹത്തോടൊപ്പമാണ്, ടി ജെ ജോസഫിനൊപ്പമാണ് ഡോക്ടർ റോയ് ഈ ഓഫീസിലേക്ക് എത്തിയത്. IT ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഓഫീസിലുണ്ടായിരുന്നു. പിന്നാലെ ചോദ്യം ചെയ്യൽ നടന്നു. അതിനുശേഷമാണ് അദ്ദേഹം തന്റെ മുറിയിലേക്ക്, അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് പോയത്. അവിടെ എത്തിയ ശേഷം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോട് ആരും തന്നെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞതായി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തന്നെ വന്ന് പറഞ്ഞു. പിന്നീടാണ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടും അദ്ദേഹം വാതിൽ തുറക്കാതെ വന്നതോടെയാണ് വാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ടതാണെന്ന് മനസ്സിലായി. പിന്നീട് വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് അകത്ത് കസേരയിൽ ഇരിക്കുന്ന, ചെയറിൽ ഇരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വെടിയേറ്റ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. നെഞ്ചിൽ ആഴത്തിലുള്ള വെടിയേറ്റ നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. ഏതായാലും അതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. ഇതിൽ വിശദമായ ഒരു അന്വേഷണം തന്നെ വേണം എന്നതാണ് ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നേരത്തെ കുടുംബാംഗങ്ങൾ തന്നെ, അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ ഇതിൽ അവരുടെ പല ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉദ്യോഗസ്ഥരുടെ ഒരു ഭീഷണി തന്നെയാണ്, ഒരു സമ്മർദ്ദം തന്നെയാണ് അവർ പറയുന്നത്. അതിൽ ചില ഉദ്യോഗസ്ഥരുടെ പേരും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥരാണ് വലിയ സമ്മർദ്ദം ചെലുത്തിയത് എന്ന് അവർ പറയുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഡിസംബർ മാസവും പരിശോധന നടന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഹൈക്കോടതിയിൽ വരെ കേസ് പോവുകയും ഹർജി പോവുകയും ആ പരിശോധനകളൊക്കെ തന്നെ സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് IT ഉദ്യോഗസ്ഥർ ലോക്ക് ചെയ്ത മുറിയിൽ നിന്നുള്ള മറ്റ് രേഖകൾ കൂടി എടുക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 3 ദിവസമായി പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ആ സ്റ്റേ പിന്നീട് വെക്കേറ്റ് ചെയ്യുകയായിരുന്നു. ഏതായാലും പിന്നീട് നോട്ടീസ് നൽകി ഡോക്ടർ റോയിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം എത്തുന്നു. അദ്ദേഹം എത്തിയത് ടി ജെ ജോസഫിനൊപ്പമാണ് എന്നതാണ് നമ്മൾ ഈ പരാതിയിൽ നിന്ന് പ്രാഥമികമായി എഴുതി നൽകിയ പരാതിയാണ്. കുടുംബാംഗങ്ങളോട് കൂടുതൽ ആലോചിച്ച ശേഷം എഴുതിയതാവാൻ വഴിയില്ല. അങ്ങനെ ഒരു പരാതിയിൽ പറയുന്നത് പ്രകാരം ടി ജെ ജോസഫിനൊപ്പം അദ്ദേഹം ഓഫീസിലേക്ക് എത്തി. പിന്നീട് ഈ മൊഴിയെടുപ്പ് നീണ്ടു. അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം മുറിയിലേക്ക് പോയത് എന്നതാണ്. ഏതാണ്ട് 10 മിനിറ്റിലധികം അദ്ദേഹം ക്യാബിനിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാബിനിൽ അദ്ദേഹം ഇരുന്നു എന്നുള്ള വിവരം കൂടി ഈ കത്തിൽ നിന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അങ്ങനെ ഇരുന്നതിന് ശേഷമാണ് അദ്ദേഹം വെടിയുതിർത്തത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ആത്മഹത്യ എന്നുള്ള വിവരത്തിന് പ്രാഥമികമായി ഒരു സ്ഥിരീകരണം ഈ കത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷെ പോലീസിന് അത് മാത്രം പോരാ, അത് ശാസ്ത്രീയമായി തന്നെ ഈ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത് പിന്നീട് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സ്ഥിരീകരണം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ബാലിസ്റ്റിക് പരിശോധനയും ഫോറൻസിക് പരിശോധനയും ഒക്കെ തന്നെ നടത്തിയത്.